സർക്കാർ ജോലികളിൽ ഉൾപ്പെടെ വിവിധ സമുദായങ്ങളുടെ പ്രാതിനിധ്യം സംബന്ധിച്ച കണക്കുകൾ സർക്കാർ പുറത്തുവിടണമെന്ന് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് തൗഫീഖ് മമ്പാട് സോളിഡാരിറ്റി സംഘടിപ്പിച്ച റെപ്രസന്റേഷൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രാതിനിധ്യം സംബന്ധിച്ച തെറ്റായ പ്രചാരണങ്ങളിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കണമെന്നും കോൺക്ലേവ് ആഹ്വാനം ചെയ്തു. മുസ്ലിം സമുദായം രാജ്യത്തെ വിഭവങ്ങൾ കൈയടക്കുന്നുവെന്ന വംശീയ പ്രചരണമാണ് രാജ്യത്ത് നടക്കുന്നത്. കൃത്യമായ കണക്കുകൾ പുറത്തുവിട്ട് ഈ പ്രചരണത്തെ ചെറുക്കേണ്ടത് സർക്കാരിന്റെ കർത്തവ്യമാണെന്ന് റെപ്രസന്റേഷൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത സോളിഡാരിറ്റി പ്രസിഡന്റ് തൗഫീഖ് മമ്പാട് പറഞ്ഞു. ഇവിടുത്തെ അധികാരി വർഗങ്ങളിൽ നിന്ന് തന്നെ ഇതുപോലെയുള്ള ഭീതിപ്പെടുത്തുന്ന, പരസ്പരം സ്പർദ്ധയുണ്ടാക്കുന്ന, വിഭാഗതയുണ്ടാക്കുന്ന പ്രസ്താവനകളും നിലപാടുകളും വരുമ്പോൾ അത് അപകടത്തോടു കൂടിയിട്ട് കൃത്യമായ വസ്തുതകൾ വെച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ കണക്കെടുക്കണം എന്നത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. CDC മുൻ പ്രൊഫസർ ഇരുതിരാജൻ ഉൾപ്പെടെ നിരവധി പ്രമുഖർ കോൺക്ലേവിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. 2041 കേരള ഈസ് to be the what I call them the dead society. Dead means nothing. You will have more people dying than children born. വിവിധ മേഖലകളിലെ പ്രാതിനിധ്യത്തെക്കുറിച്ച് വിശകലനങ്ങൾ നടക്കുന്ന പ്രമേയങ്ങളാണ് കോഴിക്കോട് കാലിക്കറ്റ് ടവറിൽ നടന്ന കോൺക്ലേവിൽ അവതരിപ്പിച്ചത്. സുദേശം രഘു, സജാദ് ഇബ്രാഹിം, അബ്ദുറഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു. കോൺക്ലേവിൽ അവതരിപ്പിച്ച പ്രബന്ധങ്ങൾ പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കുമെന്ന് സോളിഡാരിറ്റി അറിയിച്ചു. മീഡിയ 1 കോഴിക്കോട്.